PSC എക്സാമുകൾക്കൊക്കെ വേണ്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി അന്താരാഷ്ട്ര നാണ്യനിധി തിരഞ്ഞെടുത്തത് UPI ആണ്. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നറിയപ്പെടുന്ന UPI ആണ് ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി അന്താരാഷ്ട്ര നാണ്യനിധി തിരഞ്ഞെടുത്തത്. സംസ്ഥാനത്തുടനീളമുള്ള സൈബർ കുറ്റവാളികളുടെ ശൃംഖലകൾ തകർക്കുന്നതിനായി ഗുജറാത്ത് പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മ്യൂൾ ഹണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ മ്യൂൾ ഹണ്ടാണ് സംസ്ഥാനത്തുടനീളമുള്ള സൈബർ കുറ്റവാളികളുടെ ശൃംഖലകൾ തകർക്കുന്നതിന് വേണ്ടി ഗുജറാത്ത് പോലീസ് നടത്തിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി അനാഥരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും ജോലിയിലും 1% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയിലാണ് അനാഥരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും ജോലിയിലും 1% സംവരണം ഏർപ്പെടുത്തിയത്. 2025 ഡിസംബറിൽ നടന്ന ഗ്ലോബൽ എനർജി ലീഡേഴ്സ് ഉച്ചകോടിക്ക് വേദിയായത് ഒഡീഷയിലെ പുരിയിൽ വെച്ചാണ്. അപ്പോൾ ഒഡീഷയിലെ പുരിയാണ് 2025 ഡിസംബറിൽ നടന്ന ഗ്ലോബൽ എനർജി ലീഡേഴ്സ് ഉച്ചകോടിക്ക് വേദിയായത്. 2025 11ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായത് പഞ്ച്കുല, ഹരിയാനയിലെ പഞ്ച്കുല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് 2025 11ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് PR രമേശ്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പദവിയിലെത്തുന്ന ആദ്യ മലയാളി PR രമേശാണ്. ഇതൊന്ന് നോക്കി വെച്ചേക്കാം. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ നടന്ന പ്രസിഡന്റ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ചാമ്പ്യനായ മലയാളി താരമാണ് നിഹാൽ സരിൻ. അപ്പോൾ എന്താണ്? നിഹാൽ സരിനാണ് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ നടന്ന പ്രസിഡന്റ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ചാമ്പ്യനായ മലയാളി താരമാണ് നിഹാൽ സരിൻ. ഫിപ്രസി ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിച്ച മലയാളിയായ ചലച്ചിത്രകാരനാണ് TV ചന്ദ്രൻ. ലയണൽ മെസ്സിയുടെ 70 അടിയോളം ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ നഗരം കൊൽക്കത്ത. അപ്പോൾ കൊൽക്കത്തയിലാണ് ലയണൽ മെസ്സിയുടെ 70 അടിയോളം ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിർദ്ദേശിക്കപ്പെട്ട പുതിയ പേരാണ് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന. അപ്പോൾ പുതുക്കിയ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂടി അറിയണം. 100 ദിവസം എന്നുള്ളത് 125 ദിവസമാക്കി